കൊച്ചിയിലേക്ക് പോവുകയാണ്. ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് തുടക്കമാവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ വേദിയിലെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വേദിയിൽ എത്തേണ്ടിയിരിക്കുന്നു. വ്യവസായ മന്ത്രി പി രാജീവിനെയൊക്കെ വേദിയിൽ കാണാം. മറ്റ് പ്രതിനിധികളൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കും എന്നാണ് കരുതുന്നത്. 26 രാജ്യങ്ങളിൽ നിന്നുള്ള 3000-ഓളം പ്രതിനിധികളാണ് 2 ദിവസം നീളുന്ന ഇന്നും നാളെയുമായി നടക്കുന്ന ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. കേരളത്തിലേക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള നിക്ഷേപങ്ങളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇൻവെസ്റ്റ് മീറ്റിന് കൊച്ചിയിൽ തുടക്കമാകുന്നത്. വിവിധ സെഷനുകളിലായി ഇന്നും നാളെയുമായി വിവിധ ചർച്ചകൾ നടക്കുകയും ചെയ്യും. പ്രമുഖ വ്യക്തികൾ തന്നെയാണ് ഓരോ ചർച്ചകളിലും പങ്കെടുക്കുക എന്നാണ് അറിയുന്നത്. വിദേശത്തു നിന്നടക്കം 3000 പ്രതിനിധികളാണ് ഇൻവെസ്റ്റ് മീറ്റിന്റെ ഭാഗമാകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, വ്യവസായ മന്ത്രി വി എൻ വാസവൻ അടക്കമുള്ളവർ അവരുടെ വേദിയിലെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും നാളെയുമായാണ് കൊച്ചി ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് വേദിയാകുന്നത്. പ്രതിപക്ഷത്തിന്റെ പിന്തുണയടക്കം ഉറപ്പാക്കിക്കൊണ്ടാണ് സർക്കാർ നിക്ഷേപക ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകുന്നുണ്ട്. സമാപന സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുക്കും എന്നാണ് വിവരം. We request the chairman of Abu Dhabi Chamber of Commerce to join us on stage. മൂസിന സൂര്യങ്ങൾ നൽകും. മൂസിന, ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണോ? ദിവ്യ, അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്, സദസ്സിൽ ഇരിക്കുന്നുണ്ട്. എന്താണെങ്കിൽ ഉടൻ തന്നെ ഉദ്ഘാടനം നടത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു നിക്ഷേപക ഉച്ചകോടിക്കാണ് കേരളം വേദിയാകുന്നതിന്റെ മുന്നൊരുക്കങ്ങൾ വളരെ നാളുകൾക്ക് മുമ്പേ തന്നെ ആരംഭിച്ചിരുന്നു. എന്താണെങ്കിലും ഇന്ന് നടക്കുന്ന ഈ ഉച്ചകോടിയിൽ ഏകദേശം 3000-ഓളം ആളുകളാണ്, വിവിധ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ആദ്യത്തെ സെഷനിൽ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഈ ഉച്ചകോടിയുടെ ഭാഗമാകുമെന്നത് ശ്രദ്ധേയമാണ്. നേരത്തെ വ്യവസായ മന്ത്രി പി രാജീവിന്റെ പ്രതികരണം വന്നിരുന്നു. അതായത് ഈ പ്രതിപക്ഷത്തെ ക്ഷണിക്കുന്ന നേരത്തെ മുൻകാലങ്ങളിൽ ഇത്തരം പരിപാടികൾക്ക് ക്ഷണിക്കുമ്പോൾ നിങ്ങൾ എന്നൊരു സമീപനമായിരുന്നു, മിക്കവാറും വിട്ടു നിൽക്കുക എന്നൊരു സമീപനമായിരുന്നു. പക്ഷേ ഇക്കുറി പ്രതിപക്ഷത്തിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സർക്കാരിന് സാധിച്ചു. അതുപോലെ തന്നെ 2 കേന്ദ്രമന്ത്രിമാരുടെ പങ്കാളിത്തവും ഈ ഉച്ചകോടി ഉണ്ടാകും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായിരിക്കും. പീയൂഷ് ഗോയൽ ഈ ഉച്ചകോടിയിൽ നേരിട്ട് പങ്കെടുക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ 26 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധി, അതിൽ ബഹ്റൈൻ, അതുപോലെ തന്നെ UAE ഉച്ചകോടിയുടെ ഭാഗമാകുമെന്നത് വിവിധ മേഖലകളിൽ നിന്നുള്ള വ്യവസായ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ വേദിയിൽ ഇരിക്കുന്ന മന്ത്രിമാർ, പ്രമുഖർ തന്നെ ഉണ്ടാകും. ഈ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും വിവിധ B2B ചർച്ചകൾ, അതുപോലെ തന്നെ മറ്റ് വ്യവസായ പ്രമുഖരുമായുള്ള മറ്റ് ഈ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാവുക. അത്തരത്തിലുള്ള പല ഇവന്റുകൾ നടത്താനുള്ള വലിയ വിപുലമായൊരു വേദി തന്നെയാണ് ഈ കൊച്ചിയിലെ ഈ ഗോൾഗാട്ടി ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ഒരുക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ശ്രദ്ധേയമായ കാര്യം. ഇത്തരത്തിൽ 2 ദിവസങ്ങളായി നടക്കുന്ന ഉച്ചകോടിയിൽ സംസ്ഥാനത്തിന്റെ വ്യവസായ വളർച്ചയെ, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ്, അതുപോലെ തന്നെ വ്യവസായ രംഗത്ത് വികസനം വളർച്ച ലക്ഷ്യമിട്ട് തന്നെയാണ് ആഗോള നിക്ഷേപ സംഗമം കൊച്ചിയിൽ നടക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കും. രാജ്യത്തെ പ്രധാനപ്പെട്ട വൻകിട കമ്പനികളുടെ പ്രതിനിധികളടക്കം ഈ ഇൻവെസ്റ്റ് മീറ്റിൽ പങ്കെടുക്കുന്നു എന്നതാണ് പ്രത്യേകത. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പ്രമുഖരെത്തി